Greetings to all in the name of our Lord Jesus, especially to the pastor over here. See, today we are here not by accident or by chance, but definitely the purpose and plan of God that you have to realize first. Okay? Stotram. Hallelujah. 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 We are not here by mistake. God brings us here. Pastor is here. The church of God is here. God is here. I take this opportunity to thanks and give all glory and honor to Almighty God to enable me to come over here and stand before you with the word of God. Okay? ദൈവവചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ ഞാൻ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്നത് യാദൃശ്യമായിട്ടല്ല എന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ വ്യക്തമായ നിർണയപ്രകാരവും പദ്ധതി പ്രകാരമാണ്. നാം അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നാൽ അതിൻ്റെ സ്തോത്രം അല്ലെങ്കിൽ അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിയുവാനിടയാണ്. We are not here by coincidence. It is a divine appointment that has brought us here. And if we are here in preparation, we are going to be blessed immensely from the Word of God. ഇന്ന് പകൽക്കാലം കേൾക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ കേട്ടിട്ട് കടന്നു പോകും, കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ കണ്ടിട്ട് കടന്നു പോകും. എന്നാൽ അനുഭവിക്കുവാൻ those who want to experience the mighty power of Holy Spirit, definitely they will experience in your life. Some are here who would definitely listen to the Word of God. Some of us are here who will see God's work in action. But to everyone who has come here, he will definitely experience something special from God. ദൈവവചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ദൈവവചനത്തെക്കുറിച്ചും ദൈവവചനത്തിന്റെ ശക്തിയെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Before we start meditating from the Word of God, it is good to understand the power of God, the Word of God. ദൈവവചനം ശക്തിയുള്ളതാണ്, അത് പ്രവർത്തിക്കുന്ന വചനമാണ്. The Word of God is powerful and is capable to produce actions, to produce results. ദൈവവചനത്തെക്കുറിച്ച് നാം കാണുന്നത് അതിന്റെ ശക്തി it's beyond our human understanding. The power of God is beyond the comprehension of human mind. നമുക്കത് മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ കഴിയാത്ത അപ്പുറമായിട്ടാണ് ദൈവശക്തിയുടെ വ്യാപാരം. It is something that's beyond our comprehension. അതുകൊണ്ട് സമർപ്പണത്തോട് ആഗ്രഹത്തോട് ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ശക്തിയുടെ വ്യാപാരം നമുക്ക് അനുഭവിച്ചറിയുവാനിടയാണ്. And that's why, dear brothers and sisters, I would request all of you to come forward in humility, in preparation, so that you are blessed by this word of God. ദൈവവചനത്തിന് ശക്തിയുണ്ട്, അത് പ്രവർത്തിക്കുന്ന വചനമാണ്. അതിന്റെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത അത്രമാത്രം വലിയ ശക്തിയാണ്. The word of God is powerful. It is active. It is not something that can be contained. It is powerful, and today we are going to see of its power. ദൈവവചനത്തിന്റെ ശക്തിയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ദൈവവചനത്തിന്റെ ചിന്തയിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ശക്തി എന്ന് പറയുന്നത് it has a creation power. സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരു ശക്തിയാണ് ദൈവവചനം. I would like to share from some attributes of the power of the Word of God. It is a creative word that can lead to creation, actively involved in forming life. പ്രാരംഭത്തിൽ ആദിയിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഈ വചനം അയച്ചാണ് സകലത്തെ സൃഷ്ടിച്ചതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. What we see in the Word of God is God spoke and it came into being. ഇതിന് ഉളവാക്കുവാൻ കഴിയുന്ന ശക്തിയുണ്ട്. ദൈവം പറഞ്ഞു ഉളവാകട്ടെ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ സെക്കൻഡിൽ ഉണ്ടായി വരുവാനിടയായി. It is a creative power that God thinks into being. God said and it was created. നോക്കിക്കേ, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച അതേ സെക്കൻഡിൽ തന്നെ വെളിച്ചം ഉണ്ടായി വന്നു. When God said, "Let there be light," there was light. ഫലപുഷ്ടമുള്ള
വൃക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച അതേ സമയത്ത് തന്നെ അതെല്ലാം ഉണ്ടായി വരുവാനിടയായി. When God said, "Let there be fruit-giving trees," there was a garden that was available. അപ്പോൾ ഇതിനെ സ്തോത്രം സൃഷ്ടിക്കുവാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. God's word is active and capable of producing life. ഇന്ന് പകൽക്കാലത്തിന്റെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ ശൂന്യതയാ വെളിപ്പെടുന്നെങ്കിൽ ഒരിക്കലും നടക്കത്തില്ലെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ വചനത്തിന് ചിലത് നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുവാൻ കഴിയുമെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. Dear brothers and sisters, if you are limited, if you think there is a limitation that's causing you to stumble, let me assure you, this word of God is powerful enough to liberate you. This word of God is powerful enough to give you life. ഈ വചനത്തിനെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന വചനമാണ്. It is a word that can heal you. സ്തോത്രം, ഹല്ലേലൂയ. 12, 18 അല്ല 38 വർഷത്തെ പഴക്കമുള്ള രോഗം അതിൽ ഒരു സെക്കൻഡ് കൊണ്ട് സൗഖ്യമാക്കുവാൻ കഴിയുന്ന ശക്തി ഉണ്ട് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കണം. Let me remind you out of many miracles that we've seen in this word of God. Let me remind you, even if your limitation is 30, 40, 50 years old, it still has the power to heal you today. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും രോഗത്താൽ നാം ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വചനത്തിന് ആ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് പൂർണ്ണമായി മനസ്സിലാക്കണം. Let it be understood, if this evening hour you are here with a disease, something for which you have been seeking healing, let me remind you, this word is capable, powerful to heal you. ഈ വചനത്തിന് ചിലരെ പുറത്താക്കാൻ കഴിയുമെന്നുള്ള വ്യക്തമായി നാം മനസ്സിലാക്കണം. പുറത്താക്കാൻ കഴിയുന്ന ശക്തിയുണ്ട് ഈ വചനത്തിന്. This word is powerful to drive out things that are unholy in your life, that has the power to cast out things that are not that what God intends to have you in your life. നമുക്കറിയാം 6000 ഭൂതം ബാധിച്ചതായ മനുഷ്യൻ ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഷയമായി സ്തോത്രമായിരുന്ന മനുഷ്യനെ ഒരൊറ്റ സെക്കൻഡോട് വചനം അയച്ച് സൗഖ്യമാക്കുവാൻ വിടിവിക്കുവാൻ കഴിയുവാൻ ഇടയായി. We have seen various testimonies coming out from the word of God, where we have seen demons after demons being cast out from people through the word of God. ഇന്ന് പകൽക്കാലം വ്യക്തമായി ചിലതിനെ പുറത്താക്കുവാൻ ഈ ദൈവശക്തിക്ക് കഴിയുമെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം, ഹല്ലേലൂയ, നമ്മെ തകർത്തുകൊണ്ടിരിക്കുന്ന ചില അന്ധകാര ശക്തികളെ പുറത്താക്കുവാൻ ഈ വചനത്തിന് ശക്തി ഉണ്ടെന്ന് നാം മനസ്സിലാക്കുക. My dear brothers and sisters, let me remind you, let me assure you, this word of God is powerful enough to drive out those powers of darkness that can spell disaster upon your life. മാത്രമല്ല ഈ വചനത്തിന് ചിലതിനെ ശാന്തമാക്കുവാൻ കഴിയുന്ന ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കുക. This is also a word that comforts your heart, that gives you peace. യേശുക്രിസ്തുവിൻ ശിഷ്യന്മാരും കൂടെ യാത്ര ചെയ്യും, ബോട്ടിൽ കൂടെ യാത്ര ചെയ്യും, പടകിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അതിന് നേരെ കാറ്റും കോളും ആഞ്ഞടിക്കുവാനിടയായി. എന്നാൽ ഒരു സെക്കൻഡ് കൊണ്ട്, ഒരു വാക്ക് കൊണ്ട് സകലനെ ശാന്തമാക്കുവാൻ ഈ വചനത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവവൈദ്യരെ നിന്റെ ജീവിതത്തെ മുന്നോട്ട് വിടത്തിന് ബാധിക്കുന്ന ചില ശക്തികളുടെ മേല് പ്രവർത്തിക്കുവാൻ ഇന്ന് പകൽക്കാലം വചനത്തിന് ശക്തിയുണ്ട്. I don't have to remind you of the story of Jesus and his disciples caught in the storm. What did Jesus do? He said, "Be still." Let me remind you, dear brothers and sisters, this word has the power to still the storms of your life. മാത്രമല്ല നമുക്കറിയാം, ലാസർ മരിച്ചു, 4 ദിവസം കഴിഞ്ഞു. ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടെ കടന്നു പോകുക, ശരീരം അഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിച്ചു. അതേ മാത്രമേ തന്നെ ജീവനുള്ള ലാസർ പുറത്തു വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നഷ്ടപ്പെട്ടതിനെ മടക്കിക്കൊണ്ടിരുവാൻ ഈ വചനത്തിന് ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കുവാനിടയാണ്. Let me also remind you about the story of Lazarus. What happened? He was dead 3 days. His body was decaying. But when Jesus said, "Lazarus, come out," he had to come out. Let me remind you, this word is powerful. It can bring back life when God commands it. Holy, holy, holy. Praise the Lord. Hallelujah. Hallelujah. പക്ഷേ ഇതെങ്ങനെ പ്രവർത്തിക്കും? പലപ്പോഴും നാളുകളായി വചനം കേട്ടിട്ടുണ്ട് നമ്മൾ. പലപ്പോഴും
വചനത്തിൽ മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആ ശക്തി പ്രാപിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് ഇന്ന് പകൽക്കാലം സ്തോത്രം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. How really does this word work? Today, if you are here thinking, I'm hearing the word of God, but nothing seems to happen, I would like to share from the word and show you what causes inactivity and how we can overcome that. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു പൗലോസ് ഇടപെടാതെ ദൈവത്തെ സ്തുതിക്കുന്നു. 1 Thessalonians chapter 2 we see. 1 Thessalonians chapter 2 you see. പൗലോസ് ഇടപെടാതെ ദൈവത്തെ സ്തുതിക്കുന്നതായി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. Paul is praising God endlessly. എന്താ പൗലോസെ സ്തുതിക്കുവാൻ കാരണമെന്ന് ചോദിച്ചാൽ പൗലോസ് പറയും ദൈവവചനത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കുവാനിടയായി. If you ask Paul what happened, Paul would say, I could see the power of God in action. ആ ദൈവവചനത്തിന്റെ ശക്തി വിടുതലായി അത്ഭുതമായി അടയാളങ്ങളായി അവിടെ പ്രവർത്തിക്കുവാനിടയായി. And we see the word of God creating liberation, providing deliverance, and the work of God in action. എന്താ കാരണം അവിടെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പൗലോസ് സംസാരിച്ച ദൈവവചനം അത് അവിടെയുള്ളവർ കേട്ടത്, അംഗീകരിച്ചത്, വിശ്വസിച്ചത് കേവലം പൗലോസിന്റെ വായിൽ നിന്ന് വരുന്ന ഒരു വചനമായിട്ടല്ല, ഇത് സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിന്റെ വചനമെന്ന് മനസ്സിലാക്കി അവർ ഏറ്റെടുത്തപ്പോൾ അത് വചനത്തിന്റെ ശക്തി അവിടെ അവർക്ക് അനുഭവിച്ചറിയുവാനിടയായി. How did the word of God work mighty things among the people of Thessalonians? Because they knew this was a word of God with authority. Though it was Paul speaking, but it was God's word and it had authority. ഇന്ന് പകൽക്കാലം ആരാണ് സംസാരിക്കുന്നത് എന്ന് ചിന്തിച്ചിരിക്കാതെ എന്താണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഇതെന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, എന്റെ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ, എന്റെ രോഗത്തിന് സൗഖ്യം നൽകുവാൻ, എന്റെ ശൂന്യത മാറ്റുവാൻ, എനിക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കിക്കരുവാൻ കഴിയുന്ന ദൈവശക്തി ദൈവവചനം എന്ന് മനസ്സിലാക്കി ഏറ്റെടുക്കുമ്പോൾ അതിന്റെ ശക്തി വ്യാപരിക്കുവാനിടയാണ്. My dear brothers and sisters, let's not look at the speaker, but who is it speaking and what is being spoken? It is God who's speaking through His word, and it is a word that can bring liberation, that can give you freedom in your life. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് സ്തോത്രം ഒരു വാക്യം വായിക്കാം. സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം വായിക്കാം. Let us read from Gospel of John chapter 16 verse 33. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. You have troubles, you have tribulations, you have problems in the world, but be courageous, I have overcome the world. Hallelujah. സ്തോത്രം. ഇന്ന് പകൽക്കാലം സ്തോത്രം ലോകത്തിന്റെ പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കുവാൻ കഴിയുമെന്ന് സ്തോത്രം നിങ്ങളുമായി ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Today evening, I would like to think about how do we overcome the various trials and tribulations that we have in this world. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും പ്രതികൂലമുണ്ട്, എല്ലാവർക്കും പ്രതിസന്ധികൾ നേരിടുവാനിടയാണ്. We all face some kind of troubles in our lives. ലോകത്തിൽ സകലർക്കും കഷ്ടമുണ്ട്. എന്നാൽ സ്തോത്രം യേശുക്രിസ്തു ഇവിടെ പറയുന്നു, be courageous, I have overcome the world. All people have troubles in the world, but Jesus says, be courageous, be of good cheer, I have overcome the world. എങ്ങനെ ലോകത്തിലെ കഷ്ടങ്ങളെയും പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും ജയിക്കുവാൻ കഴിയുമെന്ന് നമുക്ക് അല്പസമയം ചിന്തിക്കുവാനിടയാകട്ടെ. Let us look into how do we overcome the trials and tribulations and the pains of the world. ഒരു വാക്യം കൂടി എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 13. The book of Esther chapter 6 verse 30 and the last word. അവിടെ നാം ഇങ്ങനെ കാണുന്നു, ഹാമാന്റെ വൈഫ് ഹാമാനോട് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നു, അവൻ ഒരു യഹൂദ വംശക്കാരനെങ്കിൽ
നീ അവനെ ജയിക്കത്തില്ല, നീ അവന്റെ മുൻപിൽ തോറ്റുപോകുകയുള്ളൂ. When Haman told his wife Zeresh and all his friends everything that had happened to him, his wise men and his wife Zeresh said to him, "If Mordecai, before whom you have begun to fall, is of Jewish descent, you will not prevail against him, but will surely fall before him." ഒന്നോട് പറഞ്ഞാൽ അവനൊരു യഥാർത്ഥ യഹൂദനെങ്കിൽ അവനെ നിനക്ക് ജയിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, നാം ഒരു യഥാർത്ഥ ദൈവ വൈതലായി തീർന്നാൽ ലോകത്തിൽ ഒരു ശക്തിക്കും നമ്മെ തകർക്കുവാൻ കഴിയത്തില്ല. Let me remind you, brothers and sisters, if you are truly the sons and daughters of God, no power in this world can overcome you. ഈ മൊർദെഖായിയും ഹാമാനെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. Let's compare Mordecai with Haman. ഹാമാനെ ഒന്ന് നോക്കിക്കേ. Let's look at Haman. രാജ്യത്തിന്റെ രണ്ടാമത്തെ അധികാരമുള്ള വ്യക്തിയാണ് ഹാമാൻ. പണമുള്ളവനാണ്, പ്രതാപമുള്ളവനാണ്, സ്തോത്രം, സ്ഥാനമാനങ്ങളുള്ളവനാണ്, എല്ലാ മേഖലകളിലും ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഹാമാൻ എന്ന് പറയുന്നത്. So who is Haman? He is the second after the king. He is powerful, rich and influential. By all means, he has authority and power in his country. ഈ മൊർദെഖായി നോക്കിയേ. Let us look at Mordecai. ഇവനൊരു പ്രവാസിയാണ്, കൂടെ ആരുമില്ല, പണമില്ല, പ്രതാപമില്ല, സമ്പത്തില്ല, ആൾബലമില്ല, സ്തോത്രം, ഒന്നുമില്ലാത്ത സാധാരണക്കാരൻ വ്യക്തി. And Mordecai, who is an immigrant, a refugee, somebody who does not have the backing of his people, without power or authority. എന്നിട്ടും ഹാമാന്റെ ഭാര്യ ഹാമാനോട് പറയാണ്, അവൻ ഒരു യഹൂദനെങ്കിൽ ഇല്ല, നീ അവനെ ജയിക്കത്തില്ല. And then you see Haman's wife telling Haman, but if he is of Jewish descent, you will not prevail against him. എന്താണ് കാരണം? അവൻ ഒരു യഹൂദനെങ്കിൽ, യഥാർത്ഥ യഹൂദനെങ്കിൽ, ഈ യഹൂദന്റെ ഒരു 3 പ്രത്യേകതകൾ ഇന്ന് പകൽക്കാലം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So what's so special about being Jewish? Today I'd like to share 3 things that are special or considered special about being truly Jewish. ഇവിടെ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ യഹൂദനെ കുറിച്ച് കൊടുത്തിരിക്കുന്നെങ്കിലും നാം എല്ലാവരും പുതിയ നിയമത്തിൽ സ്തോത്രം ദൈവത്തിന്റെ മക്കളാണല്ലോ. അപ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിൽ സ്തോത്രമാണല്ലോ ഉണ്ടാകേണ്ട 3 പ്രത്യേകതകൾ ഇന്ന് പകൽക്കാലം ഞാൻ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രത്യേകതകൾ നമ്മൾ കീപ്പ് ചെയ്താൽ ഒരു ശക്തിക്കും നമ്മെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. I'm not interested in talking about the worldly Jewish qualities, but I am talking to you about the children of God, children of the New Testament. There are things that a child of God is supposed to keep, and I would like to declare, I would like to share to you what are those things that make them unconquerable. ഒന്നാമത്തെ പ്രത്യേകത നമുക്ക് നോക്കാം. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. ദാനിയേൽ, the first specialty from the book of Daniel, chapter 1, verse 8. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദാനിയേൽ ഒരു തീരുമാനം എടുത്തു. രാജാവ് കൊട്ടാരത്തിലുള്ള ഭക്ഷണം കൊണ്ടും ഈ രാജാവ് കുടിക്കുന്ന വീഞ്ഞ് കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കത്തില്ല എന്ന് അവനൊരു തീരുമാനമെടുത്തു. We see Daniel taking a decision. But Daniel purposed in his heart that he would not defile himself with a portion of king's delicacies, nor with the wine which he drank. Therefore he requested the chief of the eunuchs that he might not defile himself. ഒരു യഹൂദനെങ്കിൽ അവന്റെ സകല മേഖലകളിലും അവൻ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇന്ന് പകൽക്കാലം ദൈവസഭയിലായിരിക്കുന്ന ദൈവവൈതലെ നാം വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവവൈതലെങ്കിൽ ഒരു ശക്തിക്കും നമ്മെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. Dear children of God, if you are a man or a woman who guards holiness, who keeps yourself out of defilement, there is no power on earth that can conquer you. നോക്കിയേ, കൊട്ടാരത്തിൽ
ഏറ്റവും ഏറ്റവും നല്ല ഭക്ഷണമാണ് അവന് ലഭിക്കുന്നത്. Let us ഏറ്റവും remember, രാജാവ് കുടിക്കുന്ന വീഞ്ഞാണ് അവന് ലഭിക്കുന്നത്. അത് ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത്. എങ്കിലും അവൻ തീരുമാനമെടുത്തു, ഈ അശുദ്ധമായതുകൊണ്ട് എന്നെ ഞാൻ അശുദ്ധമാക്കത്തില്ല എന്ന ഒരു തീരുമാനമെടുക്കുവാനിടയായി. we see Daniel taking a decision. He is in the king's palace. He has access to the best things of the world, the best food of the world. Yet we see him, even though the best things are available at no cost to him, he still chooses not to defile himself. വിശുദ്ധി പാലിക്കുന്നവന്റെ കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടാകുന്നത്. God's presence is with those who keep themselves holy. സാഹചര്യത്തിന് ഒത്തവണ്ണം മാറുന്നതല്ല ഒരു ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. If you are a Christian, your life should not be changed by the situations you are in. നിങ്ങൾ എവിടെയായിരുന്നാലും വിശുദ്ധി കാത്തു സൂക്ഷിച്ചാൽ ഒരു ശക്തിക്കും നമ്മെ തകർക്കുവാൻ കഴിയത്തില്ല. Whatever be the situation, if you are able to maintain the holiness that God wants in your life, there is no power that can prevail. വചനം പറയുന്നു, ദൈവം പറയുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. The word of God declares, just as I am holy, be holy. ഹല്ലേലൂയ. Hallelujah. ദാനിയേലിന്റെ ജീവിതത്തിൽ വലിയ പ്രതികൂലമാണ്. There was various tribulations or trials in the life of Daniel. വിശുദ്ധി കാത്തു സൂക്ഷിച്ചിട്ടും ദാനിയേലിന്റെ ജീവിതത്തിൽ അതിശക്തമായ പ്രതികൂലം കടന്നു വന്നു. Even when Daniel was a holy man, he still had challenges, difficulties and trials. സിംഹക്കുഴിയിലേക്ക് എറിയപ്പെടുന്ന അവസ്ഥ ദാനിയേലിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. We see him being put into the lion's den. ഹല്ലേലൂയ. Hallelujah. സ്തോത്രം. എന്നാൽ അവിടെ സിംഹത്തിന് അവനെ തകർക്കുവാൻ കഴിഞ്ഞില്ല. But the lions could not കഴിഞ്ഞ touch him. കഴിഞ്ഞ നാളിൽ സിംഹക്കുഴിയിൽ എറിയപ്പെട്ട സകലരുടെയും അസ്ഥികഷ്ണങ്ങൾ അവിടെ കണ്ടുവെങ്കിൽ ദാനിയേലിനെ തൊടുവാൻ ഒരു സിംഹത്തിനും കഴിയാത്തതിന് കാരണമെന്ന് ചോദിച്ചാൽ അവൻ വിശുദ്ധി പാലിക്കുന്ന പൈതലാണ്. മാത്രമല്ല, വിശുദ്ധി പാലിക്കുന്നത് കൊണ്ട് ദൈവം അവനോട് കൂടെയുണ്ട്. Hallelujah, hallelujah. We see Daniel in the lion's den. He might have probably seen the bones of those people who got attacked by the lions. But the lion never attacked Daniel. Why is that? Because he was a holy man. He maintained the holiness that God expects in his life. Hallelujah. Hallelujah. സ്തോത്രം. ചന്ദ്രക്ക് മേശയ്ക്ക് അബേദ്രോനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. We know the story of Shadrach, Meshach and Abednego. ദാനിയേലിന്റെ കൂടെയുള്ള ആൾക്കാരായിരുന്നു. They were people who were with Daniel. അവർക്ക് മറ്റൊന്നുമില്ലെങ്കിലും ജീവിതത്തിൽ വിശുദ്ധി പ്രാപിക്കുന്ന വ്യക്തികളായിരുന്നു. They were people who maintained holiness. രാജാവ് തീച്ചൂളയിലേക്ക് എറിയാൻ പദ്ധതിയിട്ടു. The king decided that Shadrach, Meshach and Abednego shall be put into the furnace. Hallelujah. സ്തോത്രം, സ്തോത്രം. നമുക്ക് അവിടെ കാണുവാൻ കഴിയും, തീയുടെ മണം പോലും ഏശാതെ അവരെ പുറത്തു വന്നു. The flames could not touch them because they maintained holiness. കാരണമെന്ന് ചോദിച്ചാൽ വിശുദ്ധി പാലിക്കുന്നവന്റെ കൂടെ ദൈവ സാന്നിധ്യമുള്ളത്. Let me remind you, brothers and sisters, if you maintain holiness, God is with you. ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ സ്തോത്രം, ഇന്ന് പകരക്കാലം ഒരു ശത്രുവിനെ നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. If God is with you, nobody can conquer you. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ദാനിയേലിനെ സിംഹക്കുഴി ലഭിച്ചത്? എന്തുകൊണ്ടാണ് ഈ എബ്രായ ബാലന്മാർക്ക് തീച്ചൂളയിലേക്ക് കടന്നു പോകുവാൻ ഇടയായതെന്ന് ചോദിച്ചേക്കാം. എന്നാൽ അവിടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കണം, ദൈവം അറിയാതല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിന്റെ ശത്രുവിന്റെ പതനം കാണുവാനാ. ഹല്ലേലൂയ. സ്തോത്രം. തീച്ചൂള നിന്നെ നശിപ്പിക്കുവാനല്ല, നിന്റെ ശത്രുവിനെ നശിപ്പിക്കുവാനാ. Let me ask this question. Even though Daniel maintained holiness in his life, why did God allow the furnace experience, the lion's den's experience in his life? It was not to test Daniel, rather it was to test his enemies. It is the end of the enemies, not the Daniel. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ എല്ലാം വിട്ട് ഇറങ്ങി തിരിച്ചു വരാം. സ്തോത്രമെങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കടന്നു വരും. എന്നാൽ നിങ്ങൾ വിശുദ്ധിയോട് ജീവിച്ചാൽ ഒരു ശക്തിക്ക് നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. Hallelujah, hallelujah. And that's why we see
Jesus saying, "You have followed me, forsaking everything. And if you live a holy life, there is nothing that can overcome you." ഹല്ലേലൂയ. Hallelujah. സ്തോത്രം. മോശയോട് യഹോവയായ ദൈവം പറഞ്ഞു, മോശേ, നിന്റെ ജനനത്തിൽ തന്നെ നിന്നെ തകർക്കുവാൻ വേണ്ടി ശത്രു പദ്ധതിയിട്ട നിന്നെ കുറിച്ച് എനിക്ക് വ്യക്തമായ ചില ഉദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ശത്രു അത് തകർക്കുവാൻ വേണ്ടി പദ്ധതിയിട്ടു. പക്ഷെ എന്റെ കരം നിന്നോട് കൂടിയിരുന്നു. And that's why we see God telling Moses, "Moses, the enemy wants to destroy you, but don't be afraid. My hand is with you." ഹല്ലേലൂയ. 40 വർഷക്കാലം കൊട്ടാരത്തിൽ നീ ആയിരുന്നത് യാദർശികമായിട്ടല്ല. എന്റെ ചില പദ്ധതികൾ നിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ വേണ്ടിയാ. അതിനുശേഷം 40 വർഷക്കാലം നീ വിൽഡർനെസ്സിൽ പോയത് യാദർശികമായിട്ടല്ല. അവിടെയും നിന്നെ ചിലത് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. Moses, for 40 years you were in the king's palace. It was not accident. It was my choice. For 40 years you were in wilderness. It was not by accident. It was again by my choice, because I wanted to teach you something special. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന വിശുദ്ധി പ്രാപിക്കുന്ന ദൈവവൈതലേ, പലപ്പോഴും നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുന്നത് യാദർച്ഛികമായിട്ടല്ല. ദൈവത്തിന് ചില പദ്ധതികൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാനുണ്ട്. Let me remind you, dear children of God, when God allows trials and temptations into your life, it's not an accident. There is something special that He wants to build. There is something special that He wants to create in your life. ഹല്ലേലൂയ. മോശ ഹല്ലേലൂയ ആടിനെ മേയിച്ചുകൊണ്ട് ഹോരേബ് പർവ്വതത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ ഒരു കാഴ്ച കണ്ടു. അത് ഞാൻ വിവരിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അവിടെ ദൈവശബ്ദവാനുണ്ടായി, മോശേ, I want to exalt you. എനിക്ക് നിന്നെ ഉപയോഗിക്കുവാനുണ്ട്. എനിക്ക് നിന്നോട് സംസാരിക്കുവാനുണ്ട്. പക്ഷെ ഒരു തടസ്സമുണ്ട്. നിന്റെ കാലിലെ ചെരുപ്പ് നീ അശുദ്ധമായ ചെരുപ്പ് നീ അഴിച്ചു കളഞ്ഞാൽ എനിക്ക് നിന്നെ ഉപയോഗിക്കുവാനുണ്ട്. Hallelujah, hallelujah. We see Moses approaching Mount Horeb with his flocks, and he hears God's voice saying, "Moses, Moses, I want to use you." And what do we see? The first commandment that Moses receives is to remove his sandals, because the place he stood was holy. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാലം യാദൃശ്ചികമായിട്ടല്ല. സ്തോത്രം. യാത്രവും പെരുമാറുമെല്ലാം നടപ്പിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചത്, നമ്മെ വീണ്ടെടുത്തത്, വലിയൊരു പദ്ധതിയിലേക്കാണ് ദൈവം നമ്മെ വീണ്ടെടുത്തത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ശൂന്യതയാ മുൻപിൽ വെളിപ്പെടുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ മാറ്റങ്ങൾ ചില അശുദ്ധി മാറ്റുമെങ്കിൽ ശക്തമായി ദൈവം നമ്മെ ഉപയോഗിക്കും. God will use us. My dear brothers and sisters, God has not called us into emptiness. God has not called us into confusion. Rather, today, if you are willing to set yourself apart to be a holy nation, God has wonderful things planned out for you. ഇന്ന് പകൽക്കാലം വ്യക്തം ഇത്രയും നാൾ ദൈവം നമ്മെ പരിപാലിച്ചത്, സൂക്ഷിച്ചത്, സ്തോത്രമാലെ ശത്രു തകർക്കുവാൻ വേണ്ടി അനേകം പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ ഇട്ടില്ലേ. എന്നാൽ ദൈവം നമ്മെ നിലനിർത്തിയത്, ദൈവത്തിന് നമ്മെ കുറിച്ച് വ്യക്തമായ ചില പദ്ധതികളുണ്ട്, ചില പേർപ്പസുകളുണ്ട്. ഇന്ന് പകൽക്കാലം എത്ര പേർ അത് മനസ്സിലാക്കുന്നു? Dear brothers and sisters, let me again remind you, maybe the enemy has put several things in your life, things that are not worth sharing. But dear brothers and sisters, let me confess this to you. Today, if you decide to stand with God in a holy calling, God can still work wonders out of your life. ചില നിസ്സാരമെന്ന് തോന്നും. പകൽക്കാലം പലപ്പോഴും ദൈവത്തിന്റെ പദ്ധതിക്ക് അത് തടസ്സമായി തീർന്നിരിക്കുക. സ്തോത്രമാലയ പുറമേയുള്ള വിശുദ്ധി മാത്രമല്ല, അകമേയുള്ള വിശുദ്ധിയാ ദൈവം കാണുന്നത്. സ്തോത്രം. മനുഷ്യൻ പുറമേ ഉള്ളത് കാണുമ്പോൾ ദൈവമോ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം സ്തോത്രം സ്തോത്രം നമ്മുടെ ജഡത്തിലെയും ആത്മാവിനെയും സകല കന്മഷവും പോക്കി വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുമെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. Let me remind you, brothers and sisters, God is not interested in the outward appearance. It is not the outward holiness that God wants. It is the spiritual, the inner holiness that God is looking at. He is looking at your heart. And if you are ready to give your heart to the King of Kings, there is mighty things that He can do out of you. Hallelujah.
സ്തോത്രം. ഞാൻ വേഗം മുന്നോട്ട് പോവുകയാണ്, സമയം കടന്നു പോവുകയാണല്ലോ. സ്തോത്രം. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും. The second speciality of a child of God is that he or she would be a warrior of prayer. ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞു, അവൻ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ദൈവപൈതലാണ്. അവൻ പുറമേയും അകമേയും വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ദൈവപൈതൽ. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. The first speciality that we saw of a child of God is that he keeps holiness. He keeps himself out of defilement. The second speciality that we are going to look at, he or she would be a man or woman of prayer. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ അസാധ്യമായി ഒന്നുമില്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. മൊർദെഖായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. സ്തോത്രം. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ വരുമ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് വിരോധമായിട്ടാണ് ശത്രു പദ്ധതിയിട്ടത്. അവനെതിരായി 50 മുഴം ഉയരമുള്ള കഴുകുമരം ശത്രു ഒരുക്കിയെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവവൈദ്യരെ ഇന്ന് പകൽക്കാലം വ്യക്തമായി മനസ്സിലാക്കണം. ശത്രു നിനക്ക് വേണ്ടി ആയുധം ഒരുക്കിക്കൊണ്ടിട്ട്, ഹല്ലേലൂയ, എന്നാൽ എന്റെ ദൈവമാണ് നിശ്ചയിക്കുന്നത് ആരെ അതിനകത്ത് തൂക്കിക്കൊല്ലണമെന്ന്. Let me remind you of Mordecai. Mordecai was not only a holy man, he was a man of prayer. And what happened? The enemy planned a gallows for him. But at the end, to whom did that gallows go? My dear brothers and sisters, if you are hearing this, let me remind you, let the enemy plan anything in your life. But if you are a man of prayer, if you bend your knees in front of God in prayer, God knows how to overcome different challenges that the enemy throws at you. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യരെ നിനക്കായി ശത്രു നിനക്കെതിരായി ശത്രു ഒരുക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. സ്തോത്രം. Let me assure you, whatever, let enemy do everything possible, but nothing's going to prevail you if you seek God in prayer. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ അസാധ്യമായി ഒന്നുമില്ല. Let me again remind you, there is nothing impossible for a man of God who prays. പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ നടക്കും. There are miracles that happen through prayer. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ അടയാളങ്ങളും അത്ഭുത പ്രവൃത്തികളും സംഭവിക്കുവാനിടയാകും. Oh, let me remind you, you will see signs and miracles through prayer. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. The disciples were watching Jesus. അവസാനം ശിഷ്യന്മാർ വന്ന് യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഞങ്ങളെ പ്രസംഗിക്കാൻ പഠിപ്പിക്കണമെന്നല്ല പറഞ്ഞത്. The disciples never said, Jesus, teach us to preach. യേശുവേ, ഞങ്ങളെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ പഠിപ്പിക്കണമെന്നല്ല പറഞ്ഞത്. Disciples never said, Jesus, help us to do miracles. യേശുവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. But the disciples said, Jesus, teach us to pray. പ്രാർത്ഥനയെ കുറിച്ച് വലിയ കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഇതിലേക്ക് കടക്കുന്നില്ല. എന്താ ഇതിന്റെ രഹസ്യം എന്ന് ചോദിച്ചാൽ, ഓരോ അത്ഭുതത്തിന്റെ പുറയിലും യേശുക്രിസ്തു മുട്ടിന്മേൽ നിന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് അവർ കാണുവാനിടയായി. പ്രാർത്ഥിക്കുന്ന ജീവിതമേ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി സംഭവിക്കുവാനിടയായി. Hallelujah. There is so much that I want to say about prayer, but I don't have that time. But let me remind you, behind every miracle that Jesus performed, he prayed to his Father in heaven. And that's the power that we see in action through prayer. Hallelujah. Hallelujah. സ്തോത്രം. പത്രോസിനെ തടവിലാക്കി. We see Peter being put behind prison. ശക്തമായ ബന്ദോബസ്ത് അവിടെ നടത്തിയത്. The prison was secured. നന്നാല് സേവകരെ സെക്യൂരിറ്റി ആയിട്ട് ഗാർഡ് ചെയ്തു. ഹല്ലേലൂയ. We see 4 sentries on guard. ഒരു വിധത്തിലും പുറത്തു വരാൻ കഴിയത്തില്ല. Peter can never get out humanly. ഒന്നാം വാതിൽ, രണ്ടാം വാതിൽ. And we see about the first gate and the second gate. ഒരു വിധത്തിലും പുറത്തു വരാൻ കഴിയത്തില്ല.
Peter cannot come out by himself. എന്നാൽ അപ്പുറത്തിരുന്ന് ഒരു ചെറിയ സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. But we see a small church praying. ഹല്ലേലൂയ. അവർക്കറിയാം രാജാവല്ല വലുത്, ഞങ്ങൾ സേവിക്കുന്ന ദൈവമാ വലുത്. Because they know it's not the king who has authority, but all authority belongs to heaven with God. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം രാജാക്കന്മാരുടെ രാജാവാണ്. Oh, we pray to a God who is the King of Kings. ഹല്ലേലൂയ. Hallelujah. സഹോദരൻ, അവർ ശക്തമായി പ്രാർത്ഥിച്ചു. And when the church prayed, ഹല്ലേലൂയ, ഒരു hallelujah, അത്ഭുതം അവിടെ നടന്നു. we see a miracle. ദൈവം തന്റെ ദൂതനെ അയച്ചു. We see God sending his angel. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ജീവിതമേ, Dear children of God who pray, ഹല്ലേലൂയ, Hallelujah. നിനക്ക് വേണ്ടി ദൈവം ദൂതനെ അയച്ച് God will വിടുവിക്കുന്നു. send his angels for your aid. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്ന കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. Hallelujah. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന് വേണ്ടിയാ ദൈവം ദൂതനെ അയച്ചത്. God sent his angels for those who pray. നിന്റെ വിഷയം എന്തായാലും Whatever be your situation, നടക്കത്തില്ലെന്ന് ലോകം വിധി എഴുതിയ വിഷയമാണേലും let the world declare it to be impossible. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ, If you are ready to pray with faith, ഒരു വ്യക്തി അറിയാതെ, even without the knowledge of a human being, ഒരു സോൾജേഴ്സ് അറിയാതെ, even without the knowledge of the sentry, സ്തോത്രം, നിന്റെ വിഷയത്തെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സഖിയിലാണ് നാം നീ ആയിരിക്കുന്ന വ്യക്തമായി മനസ്സിലാക്കണം. God can bring deliverance in your life. ഓ സ്തോത്രം, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വലിയ സാന്നിധ്യത്തോടെ വെളിപ്പെട്ടിരിക്കുക. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, നിന്റെ വിഷയം എത്ര വലുതാണെങ്കിലും ഹല്ലേലൂയ, അതിന്മേൽ പ്രവർത്തിക്കുവാൻ ദൈവം തന്നെ ദൂതനെ അയക്കാൻ പോകുകയാണ്. God is willing to send his angel. God is willing to send his angel for those children who are willing to pray. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഒന്നാം വാതിലും രണ്ടാം കാവലും വന്ന് സ്തോത്രം പ്രാർത്ഥിക്കുന്നവന്റെ നടുവിലേക്ക് പത്രോസ് കടന്നു വന്നു. എന്നാൽ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം ദിവസയിലായിരിക്കുന്ന ദൈവത്തിലെ നിന്റെ കണ്ണുകൾക്ക് വിസ്മയക്കൂറുമാർ നിനക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു പ്രവൃത്തി ഈ സ്തോത്രം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാണോ? Dear children of God, if you are willing to pray, God is able to give the deliverance that no other power can give in your life. ഹല്ലേലൂയ. Hallelujah. സ്തോത്രം. ഞാൻ മുന്നോട്ട് പോകുകയാണ്. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, What is this third speciality? അവൻ ആരാധിക്കുന്ന വ്യക്തിയായിരിക്കും. Would be a man who is ready to offer യഹൂദൻ എന്ന് praise. പറഞ്ഞാൽ സ്തുതിക്കുന്നവനാ. യഹൂദൻ എന്ന് പറഞ്ഞാലേ സ്തുതിക്കുന്നവനാ. What do you mean by a Jew? A Jew is one who praises and worships ഹല്ലേലൂയ. God. സ്തോത്രം. സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിൽ. We see David in the Psalms saying, I will glorify God at all times. ഹല്ലേലൂയ. സ്തുതിക്കുന്ന ദൈവപൈതലേ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവപൈതലേ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലേ, നിന്നെ ഒതുക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. Dear children of God, if you are someone who is ready to praise God and glorify God, there is no power that can prevail over you. എന്താ ആരാധനയെന്നൊന്ന് ഒന്ന് ടച്ച് ചെയ്തു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I'd like to quickly remind you what is praise and adoration. ആരാധന എന്ന് പറയുന്നത് ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഹൃദയത്തിൽ ദൈവത്തോടുള്ള നന്ദി നിറഞ്ഞു കഴിയുമ്പോൾ that will gush out from our mouth, അത് വായിൽ കൂടെ പുറത്തു വരുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. What is worship in its simplest form? It is gratitude that comes out of your heart. It is the gratitude of praise that comes out of your mouth for God. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അവൻ എന്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു, എന്റെ രട്ടഴിച്ചു സന്തോഷം വിടുവിച്ചു. ഞാൻ മൗനമായിരിക്കേണ്ടതിനല്ല, അവന് സ്തുതി പാടേണ്ടതിന് തന്നെ. And we see the psalmist saying, God brought me out of mighty depths. Why did he do that? He did that so that my mouth will declare his praise. ഹല്ലേലൂയ. നാം ചുറ്റുപാട് നോക്കിയാൽ സ്തോത്രം, അനേകര് മാരകമായ രോഗത്താൽ ഭാരപ്പെടുമ്പോൾ, അനേകര് നിമിത്തം ആശുപത്രിയിൽ വീട് കഷ്ടത അനുഭവിക്കുമ്പോൾ, അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, ദൈവം നമ്മെ നിലനിർത്തിയതോർത്ത് ഇന്ന് പകൽക്കാലം അതരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ എത്ര പരിതാപകരമായ സംഗതിയാണ്.
Dear brothers and sisters, after seeing God's great works in your life, if you do not declare praise and worship to God, if you do not ascribe God the right honor, how tragic an experience that is. സ്തോത്രം. ഈ ആരാധനയിൽ അത്ഭുതങ്ങൾ നടക്കുവാനിടയാകും. Oh, we have seen miracles happening through praise and worship. ഇസ്രായേൽ മക്കൾ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. We know the children of Israel were redeemed out of the hands of the Pharaoh. ഒരിക്കലും കടക്കുവാൻ കഴിയാത്ത ചെങ്കടൽ കടന്നു. They crossed the uncrossable Red Sea. 40 വർഷക്കാലം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തു. 40 years they traveled through the desert. കരകവിഞ്ഞ് ഒഴുകുന്ന യോർദാനും കടന്നു. Oh, they even crossed the torrents of River Jordan. എന്നാൽ ഒരു വെളിപ്പാടകലെ ദൈവത്തിന്റെ വാഗ്ദത്തമായ കനാൻ ദേശത്തേക്ക് കടക്കുവാൻ കഴിയാതെ എരിയോ കോട്ട അവരുടെ ജീവിതത്തിൽ തടസ്സമായി തീർന്നു. But we see they could not enter the promised land and Jericho became a challenge. നാളുകളായി ആഗ്രഹിച്ച് കടന്നു വന്ന യാത്ര ചെയ്ത് കടന്നു വന്ന ആ വാഗ്ദത്തം പ്രാപിക്കുവാൻ കഴിയാതെ എരിഹോ കോട്ട അവരുടെ ജീവിതത്തിൽ തടസ്സമായി തീർന്നു. Oh, there is a Jericho city that is a challenge to the children of Israel. Hallelujah. യഹോവയായ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടണ്ട. But we see Jehovah telling them, don't you be troubled. 6 ദിവസം നമ്മളൊന്ന് ചുറ്റി നടന്നേ. Go around the city for 6 days. 6 ദിവസം മൗനമായി ചുറ്റി നടക്കുക. Go around the city silently for the next 6 days. ഒന്നും സംഭവിച്ചില്ല. But nothing happened. Hallelujah. അവരെ ചിലത് പഠിപ്പിച്ച അവരെ ചിലത് പഠിപ്പിക്കുകയായിരുന്നു. And God was teaching them something. മൗനമായിരുന്ന ഒന്നും നടക്കത്തില്ല. If you are silent, nothing's going to happen. 7ാം ദിവസം But on the 7th day, മൗനമായിരിക്കാനുള്ള ദിവസമല്ല. the 7th day was not a day that you are supposed to be silent. Shout unto the Lord. And they shouted unto the Lord. ആർപ്പോടെ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാണെങ്കിൽ Worship the Lord. 6 ദിവസം സംഭവിക്കാത്ത ചിലത് And all that could not happen on 6 days. 7ാമത്തെ ദിവസം നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. And the 7th day it happened. ഇന്ന് പകൽക്കാലം അതരം തുറന്നു ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാണോ? Hallelujah. ഹല്ലേലൂയ. ആരോഗ്യമുള്ള കരം ദൈവത്തിന്റെ ദാനമെന്ന് മനസ്സിലാക്കുന്നവർ കരം തട്ടി ദൈവത്തെ സ്തുതിക്കുന്നത്. ആരോഗ്യമുള്ള ഹൃദയം ദൈവത്തിന്റെ ദാനമെന്ന് മനസ്സിലാക്കുന്നവർ അതരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്. മാരകമായ രോഗത്താൽ പിടിക്കപ്പെട്ട് അതരം അനക്കുവാൻ കഴിയാതെ അനേകർ ഭാരത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ആരോഗ്യമുള്ള അതരം ദൈവത്തിന്റെ ദാനമെന്ന് മനസ്സിലാക്കുന്നവർ അതരം തുറന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. Yeah, brothers and sisters, children of God, maybe there are several things that are hindering you. But today, if God has blessed you with a healthy hand, if God has blessed you with a healthy tongue, open your mouths wide, declare praise to God. Hallelujah. Hallelujah. 7ാം ദിവസം ഹല്ലേലൂയ സ്തോത്രം അവർ അതരം തുറന്ന് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആർപ്പോടെ ദൈവത്തെ they shout unto the Lord. മൗനമായിട്ടല്ല ദൈവത്തെ സ്തുതിച്ചത്. ഹല്ലേലൂയ. അവർക്ക് കണ്ണുകൾ they cannot believe his eyes. On the 7th day, when the Israelites opened their mouth and shouted praise to God, we see a miracle. അവര് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കോട്ടയില്ല. And when they open their eyes after declaring praise to God, they see the walls have come down. ഇന്ന് പകൽക്കാലം അതരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാണെങ്കിൽ, if today morning if you are ready to declare and give God glory, 6 ദിവസം സംഭവിക്കാത്ത ചിലത് സംഭവിക്കാൻ പോകുകയാണ്. All that could not happen on 6 days will happen here on the 7th day. Hallelujah. സ്തോത്രം സ്തോത്രം സ്തോത്രം. Hallelujah. Hallelujah. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. സ്തോത്രം. Hallelujah. Hallelujah. പൗലോസിനെയും ശീലാസിനെയും കാരാഗൃഹത്തിൽ അകത്തിട്ടു. We see Paul and Silas in ഒരു ഡെലിവറൻസ് അവിടെ നടന്നതുകൊണ്ട് യഹൂദന്മാർ അവനെ പിടിച്ചു ചന്തസ്ഥലത്ത് കൊണ്ട് വലിച്ചു കൊണ്ടുപോയി വസ്ത്രം പറിച്ചുരിഞ്ഞു കോലുകൊണ്ട് അടിപ്പിച്ചു കാരാഗൃഹത്തിനകത്തേക്ക്. Because there was a deliverance in the name of God, we see Jews capturing Paul and Silas, dragging them through the market, stripping them of their clothes, beating them and putting them behind bars. ഇപ്പോൾ ആന്ധ്രയിലെ പ്രവർത്തനം ഞാൻ ഓർക്കുന്നു. സ്തോത്രം. അല്ലെങ്കിൽ പലപ്പോഴും ആന്ധ്രയിലെ കഷ്ടതയും പ്രയാസവും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സ്തോത്രം പൗലോസിനെ ഓർക്കുമ്പോൾ എല്ലാം മറന്നു പോകുന്ന അനുഭവം. God has given me the privilege of serving
village in Telangana, in Andhra. അവിടുത്തെ സ്തോത്ര പ്രവർത്തനത്തെ കുറിച്ച് ഒന്ന് ടച്ച് ചെയ്തു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I would like to touch through my work in Andhra. ഏകദേശം 25 വർഷക്കാലം ഗൾഫിന്റെ പ്രദേശത്തെ ജോലിയോടനുബന്ധിച്ച് സൂക്ഷയോടനുബന്ധിച്ചും ബിസിനസിനോടനുബന്ധിച്ചുമായി ദൈവം എനിക്ക് ഭാഗ്യം തന്നു. God gave me the privilege to work in the region of Gulf for almost 25 years. അതിനുശേഷം ദൈവത്തിന്റെ വ്യക്തമായ നിർണയപ്രകാരം നാട്ടിലേക്ക് കടന്നു വരുവാൻ ഇടയായി. അങ്ങനെ സ്തോത്രം ദൈവവചനത്തിന്റെ സ്തോത്രം ഹയർ സ്റ്റഡീസിന് വേണ്ടി ബാംഗ്ലൂർ പോയി അവിടെ വെച്ച് സ്തോത്രം തെലുങ്കാനയിലുള്ള ആൾക്കാരുമായിട്ട് പരിചയപ്പെടുവാനിടയായി. അങ്ങനെ തെലുങ്കാന എന്ന സ്ഥലത്തേക്ക് കടന്നു പോകുവാനിടയായി. And after, according to God's plan, I came back home in Kerala. God gave me the privilege to study the word of God in Bangalore, and there I came across brothers from Telangana. തെലുങ്കാനയിൽ കടന്നു ചെന്ന് കോയ ട്രൈബ്സിനെ കുറിച്ചാണ് സ്തോത്രം അവിടെ അവരുടെ ഇടയിലാണ് പ്രവർത്തനം ആരംഭിക്കുവാനിടയായി. And I had the opportunity to start my ministry among the members of the Koya tribe. ആദ്യം അവിടെ ചെന്നപ്പോൾ യേശുവിനെ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. യേശുവിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. When I visited them for the first time, there were people who did not know who Jesus was. ഹല്ലേലൂയ. അവിടെ താമസിക്കുവാനോ അവിടെ സ്തോത്രം മറ്റുള്ള യാതൊരു ഫെസിലിറ്റീസും ഇല്ല. ഒരു ഹോട്ടലോ ഒരു മറ്റ് യാതൊരു സംവിധാനവും ഇല്ലാത്തതായ ഒരു സ്ഥലമായിരുന്നു ആ തെലുങ്കാനയിലെ കോയ ട്രൈബ്സിന്റെ ഏരിയാസ് എന്ന് പറയുന്നത്. When I first visited the place, it was a place that was derived of basic human necessities. ആ സ്തോത്രം ആദിവാസികളുടെ ഇടയിൽ അവരുടെ കുടിയിൽ താമസിച്ച് പ്രവർത്തനം ആരംഭിക്കുവാനിടയായി. By God gave me the grace to start ministry among the tribals of that region. ഹല്ലേലൂയ. കഷ്ടതയും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ജീവിതത്തിൽ കടന്നു വന്നു. I had to go through various challenges during that time. അപ്പോസ്തലന്മാർ ചെയ്ത അതേ പ്രവൃത്തികൾ ചെയ്തെടുക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. I could also do everything that was declared by the apostles there. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവവചനത്തിനെ ഉറപ്പിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം തന്നു. I also got the opportunity to declare the word of God and show many signs and wonders. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. ദൈവം അനേക ജീവിതങ്ങളെ ക്രിസ്തുവിലേക്ക് സ്തോത്രം കൊണ്ടുവരുവാൻ ദൈവം അവിടെ ഇടയാക്കി. And with that I was able to bring many to Christ. ഏകദേശം എന്റെ കണക്ക് ശരിയാണ്, ഏകദേശം 600ഓളം above 600 ആൾക്കാരെ ദൈവ സ്നാനപ്പെടുത്തുവാൻ ദൈവം കൃപ നൽകി. God gave me the privilege to baptize more than 600 people in the name of Christ. ശക്തമായ ഒരു പ്രവർത്തനം അവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. Even today the church is active in that region. ഒത്തിരി പ്രാരംഭഘട്ടത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നുപോയി. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും അനേക ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകേണ്ട അവസ്ഥ കടന്നു വന്നു. In the initial days I had to go through various challenges that were of financial nature, challenges that were of human physical nature. എന്നാൽ പൗലോസിന്റെ ജീവിതമായി താരതമ്യപ്പെടുത്തിയപ്പോൾ സാരമില്ലെന്നുവാനിടയായി. But when I compare that with the challenges that Paul had to face, it was nothing. പൗലോസ് ആരായിരുന്നു? ഇപ്പോൾ എങ്ങനെയായി തീർന്നിരിക്കുക? Who was Paul and what has he become for the church of God? ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് വേണ്ടി സകലതും ഛേദമെന്നുവാനിടയായി. Oh, he was the one who said, I consider everything rubbish for the calling of God. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പോൾ പൗലോസ് സ്തോത്രം കാരാഗൃഹത്തിൽ കിടക്കുക. Now you see Paul sitting inside a prison. കൈകൾ ബന്ധിച്ചിരിക്കുക. His hands are tied. കാരാമത്തിലിട്ട് പൂട്ടിയിരിക്കുക. Oh, there are chains on his feet. ഇരുമ്പ് വാതിൽ അടയ്ക്കപ്പെട്ടിരിക്കുക. The iron door is locked behind him. ഒരിക്കലും പുറത്തു വരുവാൻ കഴിയത്തില്ല. He can never dream of coming out. ആർക്കും അവനെ സഹായിക്കുവാൻ കഴിയത്തില്ല. Nobody can help him. വിടുതൽ പ്രാപിച്ചവന് പോലും അവനെ സഹായിക്കുവാൻ കഴിയത്തില്ല. Even nobody can deliver him out of the struggle. അതിലെല്ലാവരും പറഞ്ഞ് അവസാനിച്ചു. And everybody, പൗലോസേ നിന്റെ ശുശ്രൂഷ അവസാനിച്ചു. And everybody said, Paul, your ministry has come to an end. എന്നാൽ അർദ്ധരാത്രിയുടെ നടുവിൽ But Paul was not heartbroken. In the midnight, ഹല്ലേലൂയ, അവർ പ്രാർത്ഥിച്ചു തുടങ്ങി. we see Paul pray.
കൈയനക്കുവാൻ കഴിയത്തില്ല, They cannot move their hands. കാലനക്കുവാൻ കഴിയത്തില്ല, They cannot move their legs. ശരീരം വേദനയാൽ പുളയുകയാണ്. And we know that Paul is going through pain. കുറച്ചു നേരത്തെ അടികൊണ്ട് ശരീരത്തിന്റെ രക്തം ധാരധാരയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. Because he was beaten and blood is flowing out of his body. ശാരീരികവും മാനസികമായി തകർന്നിരിക്കുന്ന Oh, അവസ്ഥയാണ്. he's broken physically and emotionally. സകലതും വിട്ടിറങ്ങി തിരിച്ച വ്യക്തിയാണ്. He is someone who left everything for Christ. മഹാപുരോഹിതന്റെ അധികാരപത്രം പ്രാപിച്ച വ്യക്തിയാണ്. He is someone who received authority from the high priest. സാമ്പത്തികമായി ഉയർന്ന നിലവാരം പുലർത്തിയ വ്യക്തിയാണ്. Someone who was of a high caste, high calling. ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് ന്യായപ്രമാണം അഭ്യസിച്ച He വ്യക്തിയാണ്. was a student who learned law under the footsteps of Gamaliel. എല്ലാം എബ്രായറിൽ ജനിച്ചതായി എബ്രായറായ മനുഷ്യനാണ്. He was a Hebrew of Hebrews. റോമ സാമ്രാജ്യ പൗരത്വമുള്ള വ്യക്തി. He was a citizen of Rome. എല്ലാ മേഖലകളിലും നല്ല സ്റ്റാറ്റസ് പുലർത്തുന്ന വ്യക്തി. He was the elite of the elitist. ഇപ്പോൾ കാരാഗ്രഹത്തിൽ ഏകനായി കിടക്കുകയാണ്. Now he is in prison. ആരുമില്ല സഹായിക്കുവാൻ. No one to help. അർദ്ധരാത്രിയുടെ നടുവിൽ And in the midnight, അത് പ്രാർത്ഥിച്ചാരംഭിച്ചു. so he starts praying. പ്രാർത്ഥന ഒരു ആരാധനയായി വെളിപ്പെട്ടു. And through the prayer, he's ready to praise and worship. കഷ്ടതയുടെ നടുവിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവമൈതലേ. And dear son of God, dear children of God, who are ready to pray with God, pray to God during your tribulation. നിന്റെ പ്രാർത്ഥനയും ആരാധനയും ഇവിടെ ഒതുങ്ങത്തില്ല, അത് ഉയരത്തിലേക്ക് പോകുവാനിടയായി. Oh, your prayer is not contained here; it shall move heavens. ഹല്ലേലൂയ. Hallelujah. പൗലോസിന്റെയും ശീലാസിന്റെയും ആരാധന സ്തോത്രം കാരാഗ്രഹത്തിന്റെ മേൽക്കൂരെ പൊളിച്ച് അത് ഉയരത്തിലേക്ക് പൊങ്ങി. Oh, let me say it like this. The prayer of Silas and Paul broke the roofs and entered heaven. ഉയരത്തിൽ നിന്ന് ദൈവം നോക്കിയപ്പോൾ And when God saw from heaven, ഇതാ രണ്ടുപേര് he sees two. ചങ്ങലകളാൽ ബന്ധിച്ച് He sees two men കാലനക്കുവാൻ കഴിയത്തില്ല. who are tied to chain, cannot move. ശരീരത്തിൽ Cannot രക്തം ധാരധാരയെ ഒഴുകുകയാണ്. oh, blood is flowing through their വേദന hands, കൊണ്ട് പുളയുകയാണ്. who are in pain. എങ്കിലും അവർ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന. But even in that condition, they are ദൈവം praising. അടങ്ങിയിരുന്നില്ല. Hallelujah. ദൈവം Hallelujah. അടങ്ങിയിരുന്നില്ല. God did not keep quiet. ഈ സ്തോത്രമായി തന്റെ ശക്തി അവിടെ അയച്ചു. And God sent his power. ഹല്ലേലൂയ. ഒരു അത്യന്ത ശക്തി അവിടെ വെളിപ്പെട്ടു. And a supernatural power was ഒരു displayed. ഭൂകമ്പമായി വെളിപ്പെട്ടു. And there is an angel. ഇന്ന് പകൽക്കാലം വ്യക്തമായി മനസ്സിലാക്കാൻ ദൈവശക്തിയെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. Oh, there is no power that can defeat the power of God. ദൈവശക്തിയെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. No power can block the power of ഇതാ God. ദൈവശക്തി കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങി വന്നു. And we see the power of God in action in prison. ഹല്ലേലൂയ. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ തകർത്ത് And കളഞ്ഞു. we see the foundations of prison being broken. സകലരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. And we see chains being broken. സകല വാതിലും തുറന്നു. We see gates being opened. സകല നിന്ദിക്കപ്പെട്ടവരും മാനിക്കപ്പെടുവാനിടയായി. And we see all those who were humiliated being glorified. ഇന്ന് പകൽക്കാലം എനിക്ക് പറയുവാനുള്ളത്, Today evening, this is what I have to share. ഏതെല്ലാം സാഹചര്യത്തിലൂടെ കടന്നുപോയാലും Maybe you went through different trials and tribulations. ഭാരപ്പെടേണ്ട ആവശ്യമില്ല. You don't have to be heartbroken. അതരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ Oh, if you തയ്യാറാണോ? can open your mouths and declare glory to God. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാണോ? Oh, if you can praise God's name today. നിനക്ക് വേണ്ടി സാഹചര്യം നോക്കാതെ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ്. Oh, there is a God who is ready to come down with you. അന്വേഷണ ദൈവത്തെ സ്തുതിക്കുവാൻ നീ തയ്യാറാണോ? Are you ready to praise God ഓ, now? എത്ര വലിയ ബന്ധവസ്ഥ ശത്രു ഒരുക്കിയാലും, Whatever be the state that ഓ, enemy is put you എന്തെല്ലാം in, ശത്രു പദ്ധതിയിട്ടാലും, or whatever planning he has against you, ആരാധിക്കുന്ന ദൈവം ഇതിനെ ഒതുക്കുവാൻ ഒരു ശക്തിക്ക് oh, കഴിയില്ല. no power can prevail a praying and praising man. ഹല്ലേലൂയ. Hallelujah. ഓ, ശബനാരകത്തലാരകത എവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്? സകലരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. Hallelujah. Oh, we സകലരുടെയും see ചങ്ങലകൾ അഴിഞ്ഞു വീണു. we see chains being broken. ഹല്ലേലൂയ. എത്ര പേര് ആരാധിച്ചത്? How many people prayed? രണ്ടുപേര് ആരാധിച്ചു. We see two men in prayer. കൈകളൊന്നും അനക്കുവാൻ കഴിയത്തില്ലായിരുന്നു. They could not move their ആദരം hands. തുറന്ന് ദൈവത്തെ സ്തുതിച്ചു. They could only. എത്ര പേരുടെ ചങ്ങല അഴിഞ്ഞു വീണത്? സകല തടവുകാരെ ചങ്ങല അഴിഞ്ഞു വീണെങ്കിൽ
ഇന്ന് പകൽക്കാലം ആധാരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ തങ്ങളെ അടിഞ്ഞു വീഴാൻ പോകുക, നിന്റെ തലമുറയുടെ തങ്ങളെ അടിഞ്ഞു വീഴാൻ പോകുക. ഇന്ന് പകൽക്കാലം എത്ര പേര് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാണ്? ഓ സ്തോത്രം, നിന്റെ ബന്ധുമിത്രാദികളുടെ ചില ചങ്ങലകൾ അഴിഞ്ഞു വീഴാൻ പോകുക. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം, സഭയോടൊരു ദൂത് പറയുക. Oh, let me share a message with the Christ. സ്തോത്രം, സഭേ, Oh, church. ആത്മാർത്ഥതയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ തയ്യാറാണെങ്കിൽ, If you are willing to praise and glorify God with ഈ sincerity, ദേശത്തെ ചില വ്യക്തികളുടെ ചങ്ങലകൾ അഴിഞ്ഞു വീഴാൻ oh, you പോകുക. will see salvation reaching many lost in the city. Something amazing things is going to happen at the church. Hallelujah. നിങ്ങൾക്ക് കാണുവാൻ കഴിയാത്തത്, വിശ്വസിക്കുവാൻ കഴിയാത്ത വലിയൊരു കൂട്ടത്തിന്റെ അനുഭവം വെളിപ്പെടാൻ പോകുക. Oh, hallelujah. ആരാധനയ്ക്ക് വിടാതെ, ആരാധനയ്ക്ക് സമ്മതിക്കാതെ, ഓ സ്തോത്രം, ചില പരമോന ശക്തികൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. Hallelujah. Let chains be സ്തോത്രം, broken. സ്തോത്രം, ഹല്ലേലൂയ. Let those who are cast under the spell of Pharaoh be released in the name of Jesus. ഹല്ലേലൂയ. Hallelujah. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമാണ്. Oh, let me remind you, you will have troubles in the world. പക്ഷേ be courageous. But be of good cheer. ഹല്ലേലൂയ. Hallelujah. ജീസസ്, ഞാൻ ലോകത്തെ ജയിച്ചു. Jesus said, I have overcome the world. ലോകത്തിലെ പ്രതികൂലത്തെ ജയിക്കുവാൻ 3 ആയുധം ദൈവം തന്നിരിക്കുക. Oh, I have shared 3 powerful weapons that can overcome the world. 1, holiness in your life. Holiness in your life. 2, prayer in your life. Prayer in your life. 3, worship. And the third, worship ഹല്ലേലൂയ. in your സ്തോത്രം life. ദൈവമക്കളെ, May God bless you, dear നമ്മുടെ children. കർത്താവിന്റെ വരവേറ്റ് വാസനമായിരിക്കുക. Hallelujah, hallelujah. The coming of the Lord is at hand. വിശുദ്ധിയെ തികച്ച് Hallelujah. Let's be prepared in holiness. അതീവിക വാഗ്ദത്തം പ്രാപിക്കുവാൻ This so that we may receive the heavenly calling. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. May God bless you. സമയമൊരുക്കി തന്ന കർത്താവിന്റെ ദാസൻ സഭയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് And thank the Church of God and dear pastor.